കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ പ്രതിഷേധം സംഘടിപ്പിച്ച 10 യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് റെയിൽവേ പോലീസ്. അന്യായമായി സംഘം ചേരൽ, റെയിൽവേയിൽ അതിക്രമിച്ചു കയറൽ, ലഹള ഉദ്ദേശത്തോടെയുള്ള മുദ്രാവാക്യം വിളി, മറ്റു യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചു എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കേസ്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സഞ്ചരിച്ച മാവേലി എക്സ്പ്രസ് ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, എങ്ങനെയായിരുന്നു പ്രതിഷേധം? വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് തോന്നുന്നു ഇപ്പോൾ തലസ്ഥാനത്തുണ്ട്. കൃഷ്ണരാജ്, ഇന്നലെ രാത്രിയിലായിരുന്നു കോഴിക്കോട്ടെ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനെ തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള VD സവർക്കറെ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ഈ സസ്പെൻഡ് ചെയ്ത അധ്യാപകനെ തിരിച്ചെടുക്കണം, സസ്പെൻഷൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടത്തിയത്. VD സവർക്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചിത്രം മന്ത്രിക്ക് നേരെ കാണിച്ചുകൊണ്ടായിരുന്നു അതിശക്തമായ പ്രതിഷേധമായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കേസെടുത്തിരിക്കുന്നത്. റെയിൽവേ അനധികൃതമായി തടിച്ചുകൂടി, അതുപോലെ സംഘം ചേർന്നു എന്നൊക്കെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ്, അനഘ ഹർഷൻ ആണ് വിവരങ്ങൾ നൽകിയത്.